എത്രയോ നാളുകളായി മീമുകളിലൂടെ ഈ ഒരു മനുഷ്യൻ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദ്യം ഇതൊരു കുട്ടി തന്നെ ആയിരിക്കുമെന്ന് കരുതിയവരാണ് നമ്മളിൽ പലരും. ചെറുപ്പത്തിൽ അക്കിൻഡ്രോപ്ലാസിയ എന്ന ജനിതക രോഗം ബാധിച്ച് വളർച്ച മുരടിച്ചു പോയ ഒസീറ്റോ ഒയ്ഹേമെ തന്റെ ദൃഢനിശ്ചയം കൊണ്ട് സ്വപ്നങ്ങൾ നേടിയെടുത്ത കഥ. ദ സ്റ്റോറി ഓഫ് മാൻ ഓഫ് മീംസ്. 100 സ്റ്റോറീസ്, ഡേ 82. 1982 നൈജീരിയയിൽ ജനിച്ച ഒസീറ്റോ ഒയ്ഹേമെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ ശരീരത്തിനുള്ള വളർച്ചക്കുറവിനെ തിരിച്ചറിഞ്ഞ് അതിനെ തന്റെ കഴിവ് കൊണ്ടും തന്റെ ടാലന്റ് കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടും അതിജീവിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒസീറ്റോ കണ്ട ഒരു സിനിമ, ആ സിനിമയ്ക്ക് ശേഷം പ്ലേ ചെയ്ത ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ അയാളുടെ മനസ്സിൽ സിനിമ സ്വപ്നങ്ങൾ പാകി. സിനിമാ സെറ്റുകളിൽ ഇത്ര രസകരമായി എൻജോയ് ചെയ്ത് ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഭാവിയിൽ തനിക്ക് ആ ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയ ഒസീറ്റോ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സ്കൂളിലും കോളേജിലുമൊക്കെ തന്റെ ചില ഗസ്റ്റേഴ്സ് കണ്ട് സുഹൃത്തുക്കളെല്ലാം ചിരിക്കാറുണ്ട്. അപ്പോൾ കോമഡി തന്നെയാണ് തന്റെ ജോണർ എന്ന് മനസ്സിലാക്കി അത്തരം കഥാപാത്രങ്ങൾക്കായുള്ള അദ്ദേഹത്തിന്റെ ശ്രമം കൊണ്ടെത്തിച്ചത് 2002 അക്കിന ഉക്കാവ എന്ന സിനിമയിലെ പോപ്പോ എന്ന വേഷത്തിലാണ്. ആ ഒരു സിനിമ അക്കാലത്ത് നൈജീരിയയിലെ വലിയൊരു ഹിറ്റായി മാറി. തുടരെയുള്ള ഹിറ്റുകളിലൂടെ ഒസീറ്റോ ആഫ്രിക്കയിലെ ഒരു സൂപ്പർ സ്റ്റാറായി മാറി. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറിയത് 2019 2002 പോപ്പോ ആയി അദ്ദേഹം ചിരിപ്പിച്ച കോമഡികൾ 2019 ട്വിറ്ററിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും മീമുകളായി പ്രചരിച്ച് ലോകം മുഴുവൻ അറ്റൻഷൻ നേടി. മീമുകളിലൂടെ ലോകമെമ്പാടും അറിയപ്പെടുന്ന നടനായി മാറിയ ഒസീറ്റോ അദ്ദേഹം സിനിമകൾക്ക് നൽകിയ കോൺട്രിബ്യൂഷൻ മാനിച്ചുകൊണ്ട് നൈജീരിയ അവരുടെ രാജ്യത്തെ ഏറ്റവും പരമോന്നത പുരസ്കാരമായ നാഷണൽ ഓണർ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ന് ഇൻസ്പയർ മൊമെന്റ് ഓഫ് ആഫ്രിക്ക എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് അവസരങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുന്ന ആഫ്രിക്കയിലെ ദരിദ്രരായ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രചോദനമായി മാറുകയാണ് ഒസീറ്റോ ഒയ്ഹേമെ.